മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപക സംഘം ഒരു വേനലവധിക്കാല യാത്ര പ്ലാൻ ചെയ്തപ്പോൾ അതിനേറ്റവുമധികം താൽപ്പര്യത്തോടെ മുന്നിൽ നിന്നത് അജിത ടീച്ചറായിരുന്നു. സ്കൂളിലെ പ്രധാന അധ്യാപികയായ അജിത ടീച്ചർ ചുക്കാൻ പിടിച്ച് മുന്നിൽ നിന്നപ്പോൾ ടീച്ചർമാരും പിന്നാലെ ഇറങ്ങി. അങ്ങനെയാണ് ഇലക്ഷൻ ഡ്യൂട്ടികളും തിരക്കുകളുമെല്ലാം കഴിഞ്ഞ് അടുത്ത സ്കൂൾ പ്രവേശനത്തിൻ്റെ തിരക്കുകളിലേക്ക് കടക്കും മുന്നേ വിഷു കഴിഞ്ഞ ഉടൻ അധ്യാപക സംഘം യാത്രയ്ക്കിറങ്ങിയത്. എന്നാൽ യാത്ര ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് കടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്കൂളിലെ പ്രധാന അധ്യാപിക എന്ന നിലയിൽ മാത്രമല്ല, 2 പെൺകുട്ടികൾക്ക് അമ്മ കൂടിയായിരുന്ന അജിതയുടെ വേർപാട് അവരെ 2 പേരെ കൂടിയാണ് ഇപ്പോൾ അനാഥരാക്കിയിരിക്കുന്നത്. അവന്തിക, അഭിരാമി എന്നിവരാണ് അജിതയുടെ മക്കൾ. അഭിരാമി കാൺപൂർ IIT വിദ്യാർത്ഥിനിയും അവന്തിക ആയുർവേദ കോളേജ് വിദ്യാർത്ഥിനിയുമാണ്. മാത്രമല്ല, അവന്തികയ്ക്ക് ഇന്ന് പരീക്ഷ കൂടിയായിരുന്നു. പരീക്ഷ കഴിയും വരെ അവന്തികയെ മരണവിവരം അറിയിച്ചിരുന്നില്ല. അവന്തിക അമ്മയുടെ മരണവിവരം അറിയാതിരിക്കുവാൻ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പ്രത്യേകം കരുതലെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പരീക്ഷ കഴിഞ്ഞാണ് മരണവിവരം അവന്തികയെ അറിയിച്ചത്. 2 കൂട്ടുകാരുടെ കൈപിടിച്ചാണ് അവന്തിക അമ്മയെ അവസാന നോക്ക് കാണുവാൻ വീട്ടിലേക്ക് എത്തിയത്. മൂത്തമകൾ അഭിരാമി കാൺപൂരിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അഭിരാമി കൂടി എത്തിയ ശേഷമായിരിക്കും അജിതയുടെ സംസ്കാരം നടത്തുക. അതേസമയം ജീവിതത്തിൽ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള നല്ല നിമിഷങ്ങൾ കോർത്തുവയ്ക്കാനായി ഇറങ്ങിത്തിരിച്ച ആ യാത്ര ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയതിൻ്റെ വേദനയിലാണ് ഒരു ഗ്രാമം മുഴുവൻ ഇപ്പോഴുള്ളത്. വേനലവധിയുടെ സന്തോഷം പങ്കുവയ്ക്കാനാണ് പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപക സംഘം അതിരപ്പള്ളിയിലൂടെ മലക്കപ്പാറ കടന്ന് വാൽപ്പാറയിലേക്ക് തിരിച്ചത്. എന്നാൽ ഇത്രയേറെ സങ്കടം ബാക്കിവെച്ച് അവർ മടങ്ങുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇന്നലെ വൈകിട്ട് 5:20 വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് വാൽപ്പാറയിലെ 13ാം ഹെയർപിൻ വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായ ഇവർ സഞ്ചരിച്ച ട്രാവലർ വൻ അഗാധമായ താഴ്ചയിലേക്ക് മറിയുകയും 9ാം വളവിലേക്ക് പതിക്കുകയും ചെയ്തത്. അധ്യാപകരും ജീവനക്കാരും പാചക തൊഴിലാളിയും അടങ്ങിയ ആ സംഘത്തിന്റെ ആഹ്ലാദാരവങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് നിലവിളികൾക്ക് വഴിമാറിയത്. വാഹനം പൂർണ്ണമായും തകർന്നു പോയ ആ അപകടത്തിൽ 8 പേർ സംഭവസ്ഥലത്തു തന്നെ മരിച്ചിരുന്നു. മലപ്പുറം പുലാമാന്തോൾ സ്വദേശിയും പാങ്ങ് GLP സ്കൂളിലെ പ്രധാനാധ്യാപികയുമായ അജിത, പാങ്ങ് സ്വദേശികളായ അധ്യാപികമാരായ റംല, സുഹറ, ആശ, അധ്യാപകനായ മജീദിന്റെ ഭാര്യ റുഖിയ, സ്കൂളിലെ ബസ് ഡ്രൈവർ നൌഷാദ്, സ്കൂളിലെ പാചക തൊഴിലാളി സാജിദ എന്നിവരാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണത്തിനു കീഴടങ്ങിയത്. അപകടത്തിൽ മരിച്ച അധ്യാപിക സുഹറയുടെ മകൻ ഹിഷാം പൊള്ളാച്ചി ആശുപത്രിയിലെത്തിയ ശേഷവും മരണത്തിനു കീഴടങ്ങി. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ആ സ്കൂൾ തന്നെ അനാഥമായ അവസ്ഥയിലാണ്. 9 കുടുംബങ്ങൾക്കൊപ്പം പാങ്ങ് GLP സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും പ്രിയപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടത്. 10 അധ്യാപകരുണ്ടായിരുന്ന ആ കൊച്ചു വിദ്യാലയത്തിൽ ഇനി അവശേഷിക്കുന്നത് 3 അധ്യാപകരും 1 പ്യൂണും മാത്രമാണ്.